അൽഫാം. അൽഫാം എന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വ്യത്യസ്തപരമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, ഇഞ്ചി 2 ടേബിൾ സ്പൂൺ, പിന്നെ വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, പിന്നെ കുരുമുളകും 2 ടേബിൾ സ്പൂൺ. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം. ചിക്കനിലോട്ട് മസാലയൊക്കെ ഒന്ന് പുരട്ടാം. ഫസ്റ്റ് തന്നെ നമുക്ക് വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ നമ്മൾ പറഞ്ഞായിരുന്നു, അത് നമുക്ക് ഇടാം. ഇനി നമുക്ക് നമ്മുടെ ഗരം മസാല 1 ടേബിൾ സ്പൂൺ മഞ്ഞു അതും ഇടാം. കുരുമുളക് 2 ടേബിൾ സ്പൂൺ, കാശ്മീർ ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂൺ, പിന്നെ കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ, ഇഞ്ചി നമ്മൾ മിക്സിയിലൊക്കെ ഇട്ടൊന്ന് ക്രഷ് ആക്കിയായിരുന്നു, അത് നമുക്ക് ഇടാം 2 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന് ഇടാം. ഞാൻ ഉപ്പിന്റെ കണക്കൊന്നും പറയണില്ല, നിങ്ങൾക്ക് ഉപ്പ് എന്തോരം വേണോ അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപ്പിടാം. ഓക്കെ, ഇനി നമുക്ക് വിനാഗിരി 2 ടേബിൾ സ്പൂൺ വേണം. 1 2. അപ്പോൾ വിനാഗിരി നമ്മൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഇത്തിരി ഒഴിക്കാം. മതി, സൺഫ്ലവർ ഓയിൽ ഇത്ര മതി. ഇനി ഒരു ഗ്രേവി ആവേണ്ട പരുവത്തിനായിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഒന്ന് നല്ലോണം മിക്സ് ആക്കാം. മസാല നല്ലോണം മിക്സ് ആക്കണം, എന്നാലേ അത് രണ്ടോടെ ചേർന്ന ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. മസാല ഇട്ടുണ്ട്, സ്പൂണിൻ്റെ കൂടെ മസാലയായി. ഇനി നമുക്ക് നാളെ ചിക്കൻ ഇടുക. ചിക്കനാണ് നമ്മുടെ മെയിൻ ആള്. ഓരോന്നും പെട്ട് വെച്ചാൽ മതി, അപ്പൊ എല്ലാ സ്ഥലത്തും കയറും. എല്ലാം കൊണ്ടിരിക്കാൻ അങ്ങോട്ട് എല്ലാ സ്ഥലത്തോട്ടും അങ്ങോട്ട് കയറില്ല. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം. ഇതിന്റെ ഇവിടെയൊക്കെ നമുക്ക് നല്ലോണം മസാല എത്തിക്കണം. ഓക്കെ, നെക്സ്റ്റ് പീസ് നമ്മ ഫസ്റ്റ് വെട്ടി വെച്ചാൽ നമുക്ക് നേരെ ഒരു പ്ലേറ്റിലോട്ട് ആക്കി വെക്കാം. കാരണം നമ്മളുടെ ഒരു ടൈപ്പുള്ള പ്ലേറ്റ് ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് വേറെ വെട്ടി വെക്കാൻ പറഞ്ഞാൽ വേറെ പ്ലേറ്റിലോട്ടാക്കി കൊടുക്കാം. അതായിരിക്കും എളുപ്പം. അപ്പോൾ സെക്കൻഡാമത്തെ പീസാണ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പീസ് എടുക്കാം. ഇനി നമ്മൾ
ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് വീട്ടിലുള്ള കുട്ടികൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഭയങ്കര ഈസിയാണ്, കുട്ടികൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. നല്ലോണം ആവുന്നുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാനാണ്. അൽഫാമൊക്കെ കടയിൽ അവൈലബിൾ ആണ്. പക്ഷെ കടയിൽ നിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ലോ ബഡ്ജറ്റിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. കടയിൽ നിന്ന് ചിക്കൻ വാങ്ങിയിട്ട് വീട്ടില് ഞങ്ങളുടെ ഈ വീഡിയോ നോക്കി ചെയ്താൽ മതി. ലോ ബഡ്ജറ്റിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. വെറുതെ കടയിൽ നിന്ന് വാങ്ങി കാശളയേണ്ട ഒരു ആവശ്യമില്ല. വീട്ടില് ഉണ്ടാക്കാൻ ലോ ബഡ്ജറ്റിൽ ഉണ്ടാക്കുക. നമ്മ ഈ കടയിൽ നിന്ന് അവര് വല്ലെന്ന് ചേർത്താലോ എന്ന് വിചാരിച്ച് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുക. ഞങ്ങളുടെ വീഡിയോ കൊണ്ട് നിങ്ങൾ വീട്ടിലുണ്ടാക്കണം. ഓക്കെ, ലാസ്റ്റ് പീസാണ് കേട്ടോ. ലാസ്റ്റ് പീസ് എല്ലാ സ്ഥലത്തും നല്ലോണം തേച്ച് പിടിച്ചാലാണ് ഈ മസാലയുടെ ടേസ്റ്റ് അറിയുള്ളൂ. നിങ്ങൾ നല്ലോണം സമയം എടുക്കാൻ പറ്റും അത്ര സമയം വെക്കുക. അപ്പോൾ നമുക്ക് ഇത് എടുത്ത് നമ്മുടെ പ്ലേറ്റിലോട്ട് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. നമ്മൾക്ക് ഒരു 3 മണിക്കൂർ എടുത്ത് വെക്കാം. 3ൽ കൂടുതൽ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവുന്നതാണ്. ഒന്നുകൂടി കുത്താം. ഈ നെയ്യിന്റെ ഒക്കെ നല്ല പീസ് നമ്മളിലുണ്ടായിരുന്നു. നമ്മൾ
അപ്പൊ നെയ്യിന്റെ പീസിലൊക്കെ നല്ലോണം കൊത്തി കൊടുക്കണം. പിന്നെ നമ്മളൊരു മിക്സ് ഉണ്ടാക്കിയായിരുന്നു. ഈ മിക്സ് എന്തിന്റെന്ന് വെച്ചാൽ നാരങ്ങ നീരും ഉപ്പും സൺഫ്ലവർ ഓയിലോടെയും വെച്ചിട്ട് മിക്സ് ചെയ്താണ്. പിന്നെ ഒരു കുപ്പിയിൽ ഒരു തുടയം ഇട്ടായി, ചെറിയ കുപ്പിയിൽ. എന്നിട്ട് അത് നമ്മൾ കുത്തി കൊടുത്തിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചിക്കൻ നല്ലോണം സോഫ്റ്റും ആവും, നല്ല ടേസ്റ്റിയും ആവും. ഇത് ഡേഞ്ചറാണ്, ചിലപ്പോൾ കൈയൊക്കെ പൊള്ളിയാക്കാം. ഇത് കുട്ടികളാരും ചെയ്യരുത്. ഈ മസാല പെട്ടണൊക്കെ കുട്ടികൾ ചെയ്യാന്നുള്ളൂ. ഈ കനലും പിന്നെ ഇതിന്റെയൊക്കെ പരിപാടികൾ കുട്ടികൾ ചെയ്യരുത്. മുതിർന്നവരുടെ അടുത്ത് പറയുക, അവർ ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ അൽഫാമിന്റെ വീഡിയോ